ഹായ് ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും അമ്പാടിയും കൂടെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. ഞങ്ങളുടെ വീടിന് അടുത്തുള്ള ഒരു കൊച്ചിൻ്റെ കല്യാണം തന്നെയാണ്. അപ്പോൾ അപ്പുറത്തെ മാമി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ റെഡിയായി നേരെ ബസ്സിൽ ചെന്ന് സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണയും വിച്ചുവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരും കല്യാണത്തിനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ അവിടെ ഇരുന്ന് പുഴുത്തു പോയി ഗേസ്, ചൂട് കാരണം ചൂടെടുത്ത് വയ്യായിരുന്നു. ബസ് എടുത്തതും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ അതിന് ശേഷം പിന്നെ ഇതാ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അങ്ങനെ ഇതാണ് ഓഡിറ്റോറിയം. ആറ്റിങ്ങൽ പൂജ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചായിരുന്നു കല്യാണം കേട്ടോ. അങ്ങനെ അമ്പാടിയും വിച്ചുക്കതും ആനയെ പോയി തൊട്ടുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞങ്ങൾ മണ്ഡപത്തിനകത്ത് കയറിയിട്ടുണ്ട്. അങ്ങനെ മണ്ഡപത്തിനകത്ത് സീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സീറ്റ് ഒരുപാടുണ്ട് സുഹൃത്തുക്കളെ. അതായത് നമുക്ക് പറ്റിയൊരിടത്ത് നമ്മളിപ്പോൾ ഇരിക്കണമല്ലോ, അങ്ങനെ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ വീണ പോയിട്ട് വരുന്ന എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ആതിര വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളുടെ കൂട്ടുകാരിയുടെ കല്യാണവും കൂടെയാണിത്. അപ്പോൾ അവൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ട് പെണ്ണിനെയൊക്കെ പോയി കണ്ടിട്ട് തിരിച്ച് വന്ന് ഞങ്ങളുടെ അടുത്ത് വന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നെക്സ്റ്റ് പിന്നെ എതിരേൽക്കാനുള്ള സമയമായിരുന്നു കേട്ടോ. അങ്ങനെ എതിരേൽക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ എതിരേറ്റിട്ട് വന്നിട്ട് വേണം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ എതിരേറ്റിട്ട് പയ്യൻ ഇതാണ്. അങ്ങനെ പയ്യൻ വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. അതിനുശേഷം ഞങ്ങളുടെ ലക്ഷ്യം എന്താണ്? ചോറ്, സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് പന്തിക്ക് എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മൊത്തം ഒഴിഞ്ഞ് കിടക്കുകയാണ്. ഞങ്ങൾ പറ്റിയൊരു സ്ഥലം നോക്കി ഞങ്ങൾ ഇരുന്നിട്ട് സുഹൃത്തുക്കളെ. അങ്ങനെ അതിനുശേഷം പിന്നെ ചോറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ചോറ് വന്ന് പരിപ്പ് വന്ന് അങ്ങനെ ചോറ് പരിപ്പും പപ്പടമൊക്കെ കൂട്ടി കഴിക്കുകയാണ്. പിന്നെ സാമ്പാർ വന്നു. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ വിഭവസമൃദ്ധമായ ഒരു കല്യാണ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പിന്നെ ഈ ചോറും പരിപ്പും പപ്പടമൊക്കെ കഴിച്ച് പിന്നെ സാമ്പാറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അരിപ്പായസമാണ് കേട്ടോ. അരിപ്പായസം അല്ലെങ്കിൽ വെർമസലി പായസം, ബോളി, ഇതൊക്കെയാണ്. ഞാൻ അടപ്പായസം കടലപ്പായസം കുടിക്കാറില്ല. അപ്പോൾ അതൊക്കെ വന്ന് കഴിഞ്ഞിട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബോളിയും പായസവും വന്നിട്ടുണ്ട്. അരിപ്പായസം സെറ്റായിരുന്നു സുഹൃത്തുക്കളെ, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ ഇങ്ങനെ ഇരുന്ന് മുഴുങ്ങുകയാണ്. നല്ല സൂപ്പറായിട്ട് അങ്ങനെ സദ്യ കഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ചോറ്, പുളിശ്ശേരി, പിന്നെ രസം, അങ്ങനെ ഇതും കൂട്ടി കുഴച്ച് തിന്ന് അങ്ങനെ സദ്യ അവസാനിപ്പിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. അതിനുശേഷം കല്യാണം കാണാൻ വേണ്ടിയിട്ട് മണ്ഡപത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെണ്ണിനെ കൊണ്ടുവരികയാണ് കേട്ടോ. പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ഇവളുടെ പേര് അനഘ എന്നാണ്. ഞങ്ങൾ പിന്നെ അടുത്താണ് കേട്ടോ. അങ്ങനെ എൻ്റെ അനിയത്തിയുടെ കൂട്ടുകാരിയും കൂടെയാണ്. അങ്ങനെ അതാണ് അവളും വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പെണ്ണ് മണ്ഡപത്തിനകത്തോട്ട് കയറി ഇരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ ഒന്നും കാണാൻ വയ്യായിരുന്നു. കാരണം ക്യാമറാമാൻമാർ അവിടെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് പിന്നെ വീഡിയോ എടുക്കൽ നടക്കില്ല. അങ്ങനെ ഞാൻ സ്ക്രീനിലാണ് പിന്നെ ബാക്കിയുള്ളതെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ താലികെട്ട് കഴിഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ. താലികെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ലക്ഷ്യം എന്താ വെച്ചാൽ എങ്ങനെയെങ്കിലും ബസ്സിൽ പോയിരിക്കണം, ആ ഒരു ലക്ഷ്യമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും ഒരാൾ എണീറ്റ് കഴിഞ്ഞാൽ നമ്മളും പിറകെ നോടും. അതാണ് മലയാളികളുടെ ആ ഒരു സ്വഭാവം, അങ്ങനെയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് വണ്ടിയിലൊക്കെ കയറി തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ.